പാഠം ഒന്ന് പള്ളിക്കുടം. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി പലപ്പുറം വെന്നിയൂർ കപ്രാട് GMLP സ്കൂളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കെട്ടിടത്തിൻ്റെ വരാന്തയിലാണ് സ്റ്റാഫ് റൂം. വേണ്ടത്ര ക്ലാസ് മുറികളും ഇവിടെയില്ല. നൂറിലേറെ കുട്ടികൾ പഠിക്കുന്ന കപ്രാട് GMLP സ്കൂൾ അസൗകര്യങ്ങളാൽ പൊറുതിമുട്ടുകയാണ്. വരാന്തയും മുറ്റത്തെ മരച്ചുവടുമൊക്കെയാണ് ക്ലാസ് മുറികൾ. ഷീറ്റുകൾ വെച്ചാണ് ക്ലാസുകളെ തരം തിരിച്ചിരിക്കുന്നത്. 2ാം ക്ലാസ് ഒഴികെയുള്ള ക്ലാസുകൾക്ക് 2 ഡിവിഷനുകൾ വീതമുണ്ട്. 3 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. PTA വാങ്ങിയ 2.5 സെന്റ് സ്ഥലം മാത്രമാണ് സ്കൂളിന് സ്വന്തമായി ഉള്ളത്. ഞങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വരാന്ത ഒന്നില്ല, കളിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകാത്തതാണ് നിലവിലെ സ്കൂൾ വികസനത്തിന് തടസ്സം. സ്വന്തമായിട്ട് ഭൂമി ഇല്ല എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം. അപ്പോൾ നിലവിൽ സ്കൂളിൻ്റെ ഭൂമി ഉള്ളത് 3 അവകാശികളെടുത്താണ്. അവർ ഒന്നുകിൽ സ്വമേധയാ വിട്ടു തരണം, അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം. അപ്പോൾ നിലവിൽ മുനിസിപ്പാലിറ്റി ഏകദേശം 14 വർഷമായി ഭൂ ഉടമകളായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും എവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിനെ സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. സ്കൂളിന്റെ വരാന്തയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വരാന്തയുടെ മധ്യഭാഗത്ത് ഒരു പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പെട്ടിയിലാണ് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ സാധനങ്ങളൊക്കെ സംഭരിക്കുന്നത്. വരാന്തയുടെ മറ്റൊരു ഭാഗത്ത് സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുകയാണ്. വളരെ ഇടുങ്ങിയ അവസ്ഥയിലാണ് ഈ സ്റ്റാഫ് റൂമിന്റെ പ്രവർത്തനം. വരാന്തയുടെ മറ്റൊരു ഭാഗത്തേക്ക് വന്നാൽ അവിടെ ക്ലാസ് റൂമാണ് പ്രവർത്തിക്കുന്നത്. കുട്ടികളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടി ഇരിക്കേണ്ട ഒരവസ്ഥയാണ് ഈ ക്ലാസ് റൂമിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 2 വർഷം കഴിഞ്ഞാൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സ്കൂളിൻ്റെ ദയനീയ അവസ്ഥയാണിത്. സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ദുരവസ്ഥയിൽ നിന്നും മോചനമുള്ളൂ എന്നുള്ളതാണ് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ പറയുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.